ഹായ് ഫ്രണ്ട്സ്, മലമ്പുഴ ഗവൺമെൻറ് ഐ ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹരീഷ് മേനോൻ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. PLC പ്രാക്ടിക്കൽ ക്ലാസ്സസാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈമറാണ് ഡിസ്കസ് ചെയ്തത്. ടൈമറിൽ ഓൺ ഡിലേ ടൈമറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓൺ ഡിലേ ടൈമറിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ കണ്ടത്? ടൈമറിനെ എനേബിൾ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇൻപുട്ട് വേണം. നമ്മളിവിടെ ആ ഇൻപുട്ട് നമ്മൾ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇൻപുട്ട് വഴി കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫ്ലാഗിനെ സെറ്റ് ചെയ്തു. അത് ഫ്ലാഗ് എന്ന് പറയുന്നത് PLCക്ക് ഉള്ളിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു ബിറ്റാണ്. അത് നമുക്ക് ആ ബിറ്റിൻ്റെ കണ്ടീഷൻ നമുക്ക് എക്സ്റ്റേണലായിട്ട് നമുക്ക് കാണാൻ പറ്റുകയില്ല. PLCക്ക് ഉള്ളിൽ ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റും, നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നമ്മൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടൺ വഴിയാണ് നമ്മൾ ആ ബിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ ബിറ്റ് വഴിയാണ് ടൈമർ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ടൈമറിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ബിറ്റ് വേണം. ആ ബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഫ്ലാഗിനെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലാഗിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടൺ വഴി നമുക്ക് ഫ്ലാഗിനെ കൺട്രോൾ ചെയ്യാം. ആ ഫ്ലാഗ് വഴിയായിരിക്കും ടൈമർ റൺ ചെയ്യുക. ഇനി ടൈമറിൻ്റെ പേര് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ടൈമറുകളുണ്ട്. ഓൺ ഡിലേ ടൈമർ, റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമർ, പിന്നെ ഓഫ് ഡിലേ ടൈമർ. ഓൺ ഡിലേ ടൈമറിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടത്, ടൈമറിന് മുമ്പുള്ള ഈ എനേബിൾ ബിറ്റ് ഓൺ ആവുകയാണെങ്കിൽ ടൈമർ റൺ ചെയ്ത് തുടങ്ങും. ഇനി ടൈമറിൽ നമ്മളൊരു ടൈം വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതതിൻ്റെ റെസൊല്യൂഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ടൈമറിൻ്റെ പേര് കൊടുക്കുമ്പോൾ നമ്മൾ കണ്ടിരുന്നു. 1 മില്ലി സെക്കൻഡിൻ്റെ റെസൊല്യൂഷൻ ഉള്ളതുണ്ട്, 10 മില്ലി സെക്കൻഡ് റെസൊല്യൂഷൻ ഉള്ളതുണ്ട്, 100 മില്ലി സെക്കൻഡ് റെസൊല്യൂഷൻ ഉള്ളതുണ്ട്. അപ്പോൾ ടൈം വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ പ്രീസെറ്റ് ടൈം എന്ന് പറയുന്ന PTയിൽ സെറ്റ് ചെയ്യുമ്പോൾ ആ വാല്യൂ എത്രയാണോ അത് ഇൻറ്റു റെസൊല്യൂഷൻ ആയിരിക്കും ആ ടൈമറിൻ്റെ വാല്യൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു 100 ആണ് നമ്മൾ പ്രീസെറ്റ് ടൈം സെറ്റ് ചെയ്യുന്നതെങ്കിൽ 100 ഇൻറ്റു 100 മില്ലി സെക്കൻഡ് റെസൊല്യൂഷനാണ് നമ്മളവിടെ സെലക്ട് ചെയ്തത്. അപ്പോൾ 100 ഇൻറ്റു 100 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10,000 മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ്. അപ്പോൾ അതുപോലെ ഒരു ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമറിനുള്ളിൽ നമ്മൾ വിർച്വൽ റിലേസ് ഉണ്ട്. അതായത് ഒരു NO പോയിൻറ്റും ഒരു NC പോയിൻറ്റും ടൈം വാല്യൂ കഴിയുന്നതിനനുസരിച്ചിട്ട് ചേഞ്ച് ഓവർ ആകും. അപ്പോൾ ടൈമറിനുള്ളിൽ വിർച്വൽ റിലേസ് NOയും NCയും നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ടൈമറിൻ്റെ NOയെ വച്ചിട്ടാണ് ആ ടൈമറിൻ്റെ നെയിം വരുന്നത്. അതായത് ഓൺ ഡിലേ ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമറിനുള്ളിലുള്ള വിർച്വൽ റിലേ NO പോയിൻ്റ് ഓൺ ആകാൻ വേണ്ടി നമ്മളൊരു ഡിലേ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ടൈം കഴിഞ്ഞ ശേഷമായിരിക്കും ആ NO പോയിൻ്റ് ഓൺ ആവുക. അതാണ് ഓൺ ഡിലേ ടൈമർ. ഇനി നമുക്ക് കാണാനുള്ള റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമറിൻ്റെ പ്രത്യേകതയാണ്. റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് വർക്ക് ചെയ്യുക. ഓൺ ഡിലേ ടൈമറിൻ്റെ ഒന്നുകൂടെ ഞാൻ പറയാം. അതിൽ എനേബിൾ ബിറ്റ് ഓൺ ആകുമ്പോൾ ടൈമർ റൺ ചെയ്യും. ആ എനേബിൾ ബിറ്റ് എപ്പോൾ ഓഫായാലും അപ്പോൾ തന്നെ റീസെറ്റ് ആകും. അതായത് ടൈമറിന് തൊട്ട് മുമ്പുള്ള എനേബിൾ ബിറ്റ് നമ്മൾ ഫ്ലാഗാണ് സെറ്റ് ചെയ്യുന്നത് പറഞ്ഞു. ആ ഫ്ലാഗ് ഓൺ ആകുമ്പോൾ ടൈമർ റൺ ചെയ്യും. പ്രീസെറ്റ് ടൈമും നമ്മൾ അതിൻ്റെ ടൈമർ റൺ ചെയ്ത് വരുന്ന അക്യുമുലേറ്റഡ് ടൈമും ഈക്വൽ ആകുമ്പോൾ ടൈമറിൻ്റെ NO പോയിൻ്റ് ഓൺ ആകും. ആ ഡിലേ നമ്മൾ സെറ്റ് ചെയ്ത സമയം ആ ഡിലേ കഴിയുമ്പോൾ ഓൺ ആകും. അപ്പോൾ ടൈമറിന് മുന്നിലുള്ള എനേബിൾ ബിറ്റ് ഓൺ ആകുമ്പോൾ ടൈമർ റൺ ചെയ്യും. അതേ എനേബിൾ ബിറ്റ് ഓഫ് ആകുമ്പോൾ അപ്പോൾ തന്നെ ടൈമർ റീസെറ്റും ആകും. അത് നമ്മൾ കണ്ടു കാണണം. ഇനി അടുത്ത് റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമർ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമർ സെറ്റ് ചെയ്യുന്നതിനും നമുക്ക് അത് ഡയഗ്രം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമർ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഫ്ലാഗ് വഴിയായിരിക്കും. അപ്പോൾ നമ്മൾ ഫ്ലാഗിനെ ആദ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ലാച്ചിങ് സർക്യൂട്ട് അല്ലെങ്കിൽ ഹോൾഡിംഗ് സർക്യൂട്ട് ജനറേറ്റ് ചെയ്യുന്നു. അത് നമ്മൾ കണ്ടതാണ്. ഒരു NC പോയിൻ്റ്, ഒരു NO പോയിൻറ്റും ദെൻ ഒരു ഔട്ട്പുട്ട്. ഈ NO പോയിൻറ്റ് പാരലായിട്ടായിരിക്കും നമ്മൾ ഈ ലാച്ചിങ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ലാച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ NO പോയിൻറ്റിന് പാരലായിട്ട്, അതായത് സ്റ്റാർട്ട് ഇൻപുട്ടിന് പാരലായിട്ട് നമ്മളൊരു വീണ്ടും ഒരു NO നമ്മൾ സെലക്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് NO പോയിൻറ്റിന് പാരലായിട്ട് ഒരു NOയെ സെലക്ട് ചെയ്യുന്നു. ഈ NOയെ ആണ് നമ്മൾ ലാച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അഡ്രസ്സ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ പറയാം. ഓക്കെ, ടൈമർ അഡ്രസ്സ് ചെയ്യുന്നു, ഇൻപുട്ടുകൾ അഡ്രസ്സ് ചെയ്യുന്നു. I 0.0 അത് സ്റ്റോപ്പ് പുഷ് ബട്ടനാണ്. നമുക്ക് ഫ്ലാഗിനെ
കൺട്രോൾ ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പ്. അതുപോലെ സ്റ്റാർട്ട് പുഷ് ബട്ടനായിട്ട് I0.1. അപ്പോൾ ഫ്ലാഗിൻ്റെ അഡ്രസ്സ് നമ്മൾ കണ്ടു M0.0, അതായത് ടൈമറിന് ഉള്ളിൽ PLCക്ക് ഉള്ളിൽ ജനറേറ്റ് ചെയ്യുന്ന ബിറ്റാണ് M0.0 എന്ന ഫ്ലാഗ്. ഈ ഫ്ലാഗിൻ്റെ സെയിം അഡ്രസ്സായിരിക്കും നമ്മൾ ലാച്ചിങ്ങിൻ്റെ ഉള്ള സ്റ്റാർട്ടിന് പാരലായ NO പോയിന്റിൽ നമ്മൾ കൊടുക്കുക. സെയിം ഫ്ലാഗിൻ്റെ അഡ്രസ്സായിരിക്കണം M0.0. അപ്പോൾ സ്റ്റാർട്ട് ഇൻപുട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? സ്റ്റാർട്ട് ഇൻപുട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റോപ്പ് വഴി നേരെ ഫ്ലാഗ് പിടിക്കും. കാരണം സ്റ്റോപ്പ് NC ആയതുകൊണ്ട് നേരെ ഫ്ലാഗ് പിടിക്കും. ഇനി സ്റ്റാർട്ട് പോയാലും പിന്നീട് ഹോൾഡിംഗ് ആവുക താഴത്തെ ഈ ഫ്ലാഗിൻ്റെ സെയിം NO പോയിന്റ് വഴിയായിരിക്കും ലാച്ചിങ് നടക്കുക. ഫ്ലാഗിൻ്റെ സെയിം അഡ്രസ്. അപ്പോൾ അതോടെ ലാച്ചിങ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഈ ലാച്ചിങ് സർക്യൂട്ടിൽ നമ്മൾ ഫ്ലാഗിനെ സെറ്റ് ചെയ്തു. ഈ ഫ്ലാഗ് വഴിയായിരിക്കും നമ്മൾ ടൈമറിനെ കൺട്രോൾ ചെയ്യുക. ഈ ഫ്ലാഗ് വഴിയായിരിക്കും, ഫ്ലാഗ് M0.0 ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഹോൾഡിംഗ് സർക്യൂട്ട് വഴി. ആ ഫ്ലാഗ് വഴി നമ്മളൊരു ടൈമറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ടൈമറിനെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അത് ടൈമർ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടി ഓൺ എന്ന് പറഞ്ഞത് ഓൺ ഡിലേ ടൈമറാണ്. തൊട്ട് താഴെ ടി ഓൺ ആർ എന്ന് കണ്ടത് അതാണ് റിട്ടേൺ ഡ്യൂ ഓൺ ഡിലേ ടൈമർ. എന്താണെന്ന് നമുക്ക് നോക്കാം. റിട്ടേൺ ഡ്യൂ ഓൺ ഡിലേ ടൈമർ നമ്മൾ സെലക്ട് ചെയ്തു. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ റെസൊല്യൂഷനായിട്ട് 1 മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത് T0 T64 10 മില്ലി സെക്കൻഡ് റെസൊല്യൂഷനുള്ളത് T1 മുതൽ T4 വരെയും T65 മുതൽ T68 വരെയുമാണ്. ഇനി 100 മില്ലി സെക്കൻഡ് റെസൊല്യൂഷനുള്ള ടൈമറുകൾ T5 മുതൽ T31 വരെയും T69 മുതൽ T95 വരെയുമാണ്. അപ്പോൾ റെസൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ടൈമറിൻ്റെ ഒരു പൾസിനെയാണ് അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു പൾസ് 1, 2, 3 എന്ന് പറയുന്ന ഓരോ ടൈം വാല്യൂ വരുന്നുവോ അതനുസരിച്ച് 100 മില്ലി സെക്കൻഡ് ആയിരിക്കും അതിൻ്റെ മിനിമം വാല്യൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ PT എന്ന് പറയുന്ന പ്രീസെറ്റ് ടൈമിൽ എത്രയാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ വാല്യൂ ഇൻറ്റു റെസൊല്യൂഷൻ ആയിരിക്കും ഈ ടൈമറിൻ്റെ യഥാർത്ഥ ടൈം വാല്യൂ. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 20 സെക്കൻഡാണ്. അപ്പോൾ നമ്മൾ എന്താണ് കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ 1 മില്ലി സെക്കൻഡ് T0 അത് അതിൻ്റെ പ്രത്യേകം. അപ്പോൾ ടൈമർ കൊടുക്കുന്ന അഡ്രസ്സിനനുസരിച്ചിട്ടായിരിക്കും ഈ റെസൊല്യൂഷനെ നമ്മൾ കിട്ടുക. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടതാണ്. ഓൺ ഡിലേ ടൈമർ റിട്ടേൺ ഡ്യൂ ഓൺ ഡിലേ ടൈമർ നമ്മൾ ചെറിയ അഡ്രസ്സിൽ ചെറിയ മാറ്റമുണ്ട്. ഇവിടെ 100 മില്ലി സെക്കൻഡ് T5 മുതൽ T31 വരെയാണ്. അപ്പോൾ നമ്മളിവിടെ T5 സെലക്ട് ചെയ്യുന്നു. T5 സെലക്ട് ചെയ്യുമ്പോൾ 100 മില്ലി സെക്കൻഡ് റെസൊല്യൂഷൻ നമുക്ക് കിട്ടി. 100 മില്ലി സെക്കൻഡ് റെസൊല്യൂഷനാണ് T5 എന്ന് പറയുന്ന റിട്ടേൺ ഡ്യൂ ഓൺ ഡിലേ ടൈമർ. ഇനി ഇവിടെ PT എന്ന് പറയുന്ന വാല്യൂ ഞാനൊരു 200 സെറ്റ് ചെയ്യുന്നു. 200 എന്ന് ഉദ്ദേശിച്ചത് 200 × 100 മില്ലി സെക്കൻഡ് എത്ര വരും? 20,000 മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ്. അപ്പോൾ ഒരു ടൈമറിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുന്നത് സീമെൻസ് PLCയിൽ, ഇത് സീമെൻസ് PLCയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മറ്റു PLCയിൽ ചെറിയ മാറ്റം ഉണ്ടാകും. അപ്പോൾ ടൈമർ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ഫ്ലാഗ് വഴി ടൈമറിന് കൊടുത്തു. ഇനി അതേ കൺട്രോൾ ബിറ്റായ M0.0 ഫ്ലാഗ് വഴി തന്നെ ഇതേ ഫ്ലാഗ് അഡ്രസ്സാണ് നമ്മളോട് കൺട്രോൾ ബിറ്റായിട്ട് കൊടുത്തേക്കുന്നത്. അതുവഴി തന്നെ അത് നമുക്ക് എല്ലാ നെറ്റ്വർക്കിൻ്റെ സീരീസ് ആയിട്ട് നമുക്ക് M0.0 കൊടുക്കാം. ഈ ടൈമറിനുള്ളിൽ 2 വിർച്വൽ റിലേ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്ന് NO ആണ്, മെയിനായിട്ടുള്ള NO വെച്ചാണ് അതിൻ്റെ പേര് പറയുന്നതെന്ന് പറഞ്ഞു, ഓൺ ആകാൻ ഡിലേ. അപ്പോൾ റിട്ടേൺ ഡ്യൂ ഓൺ ഡിലേ ടൈമറും ഓൺ ഡിലേ ടൈമറും ഒരേപോലെയാണ് ഫംഗ്ഷൻ ചെയ്യുക. ചെറിയ മാറ്റമുണ്ട്. ആ മാറ്റം എന്താണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ടൈമറിൻ്റെ വിർച്വലായ ഒരു NO പോയിൻ്റ് എടുക്കുന്നു. ദെൻ ആ NO പോയിൻ്റ് കാണാൻ വേണ്ടി നമുക്കൊരു NO പോയിൻ്റ് വഴി നമ്മളൊരു ഔട്ട്പുട്ടിനെ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു. NO പോയിൻ്റ് നമ്മൾ ഇതിൻ്റെ അഡ്രസ്സ് എത്രയാണ് കൊടുക്കേണ്ടത്? ടൈമറിൻ്റെ വാല്യൂ T5 കൊടുക്കുന്നു. T5. അപ്പോൾ ടൈമറിൻ്റെ NO നമ്മൾ സെലക്ട് ചെയ്തു. ടൈമറിൻ്റെ വിർച്വൽ റിലേ അല്ലെങ്കിൽ അതിനുള്ളിലുള്ള ഒരു ഔട്ട്പുട്ട് ഓൺ ആവുന്നത് വിർച്വൽ റിലേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുവഴി നമ്മളൊരു ഔട്ട്പുട്ടിനെയും കൊടുക്കുന്നു. ഔട്ട്പുട്ടായിട്ട് Q0.2 കൊടുത്തു. ഇനി ഇതേപോലെ ടൈമറിനുള്ളിൽ നമ്മൾ പറഞ്ഞു ഒരു NO സെലക്ട് ചെയ്യുന്ന പോലെ ഒരു NCയും നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ ആവശ്യാനുസരണം അത് പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മുടെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് NO അല്ലെങ്കിൽ NC ഉപയോഗിക്കുക ടൈമറിൻ്റെ. അതിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളൊരു കൺട്രോൾ ബിറ്റ് അതിന് മുന്നേ കൊടുത്തിട്ടുണ്ട്. സെയിം ഫ്ലാഗ് അഡ്രസ്സ് തന്നെ. NC പോയിൻ്റ് നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നത് T5. അപ്പോൾ ടൈമറിൻ്റെ അതുവഴി നമ്മളൊരു ഔട്ട്പുട്ടും കൊടുക്കുന്നു. ഔട്ട്പുട്ട് നമ്മൾ Q0.3 രണ്ടാമത്തെ ഔട്ട്പുട്ട് കൊടുക്കുന്നു. Q0.3. അപ്പോൾ ടൈമറിൻ്റെ NO വഴി ടൈമറിൻ്റെ 2 വിർച്വൽ റിലേ ഉണ്ട്. അതിൽ T5 NO വഴി നമ്മുടെ ഔട്ട്പുട്ട് കൊടുത്തു. അതുവഴി NC വഴി ഔട്ട്പുട്ട് കൊടുത്തു. അപ്പോൾ ടൈമറിൻ്റെ 2 വിർച്വൽ റിലേ വഴി നമ്മൾ ഔട്ട്പുട്ട് അഡ്രസ്സ് ചെയ്തു. 2 ഡിഫറൻറ്റ് ഔട്ട്പുട്ടുകൾ അഡ്രസ്സ് ചെയ്തു. Q0.2 Q0.3. Q0.2 ടൈമറിൻ്റെ NOയും
Q0.3 ടൈമറിൻ്റെ NC വഴിയുമാണ് എനേബിൾ ആവുക. കൺട്രോൾ ചെയ്യാൻ വേണ്ടി അതിന് മുന്നേ കൺട്രോൾ ബിറ്റായ M0.0 ഉണ്ട്. ഇനി ഓൺ ഡിലേ ടൈമറിന് വ്യത്യസ്തമായിട്ട് ഇതിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് ഇൻപുട്ട് വേണം. ഓൺ ഡിലേ ടൈമറിൽ നമ്മൾ കണ്ടത് എന്താണ്? റീസെറ്റ് ചെയ്യാൻ ആ എനേബിൾ ബിറ്റ് ഓഫായ റീസെറ്റ് ആകുമായിരുന്നു. പക്ഷേ ഇതിൽ റീസെറ്റ് ചെയ്യാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് ഒരു ഇൻപുട്ട് വേണം. അപ്പോൾ മൂന്നാമത് ഒരു ഇൻപുട്ട് കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി അതിനുവേണ്ടി റീസെറ്റ് ഓപ്ഷനും കൂടെ ഉണ്ട്. അതിലവിടെ ബിറ്റ് ലോജിക് എന്ന് പറയുന്ന ഒരു ഐക്കണിൽ പോയിട്ട് അവിടെ റീസെറ്റ് R എന്ന് പറയുന്ന ഒരു ക്ലിക്ക് ചെയ്യാം. കണ്ടോ, റീസെറ്റ്. അവിടെ റീസെറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്നു. അതായത് ഒരു അഡീഷണൽ ഇൻപുട്ട് വഴി നമ്മൾ റീസെറ്റ് ചെയ്യുന്നത്. എന്തിനാണ് റീസെറ്റ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ടൈമറിനെ. അപ്പോൾ ടൈമറിൻ്റെ വാല്യൂ എത്രയാണ്? T5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമറിനെ നമ്മൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടി T5 അവിടെ കൊടുക്കുന്നു. ടൈമറിൻ്റെ നമ്പർ T5 ആണ്. അപ്പോൾ ടൈമർ റീസെറ്റ് ചെയ്യാൻ വേണ്ടി അഡീഷണൽ ഇൻപുട്ട് വഴി T5. അതുപോലെ താഴെ 1 എന്ന് കൊടുത്തിരിക്കുന്നത് ആ ടൈമറിൻ്റെ ഒരു ടൈമർ എന്നുള്ളതിനാണ് 1 എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ ടൈമറിൻ്റെ ആ T5 താഴെ നമ്മൾ 1 നമ്മൾ സെലക്ട് ചെയ്തു. ഇനി 2 സെലക്ട് ചെയ്യുന്നത് T5ഉം T6ഉം നമുക്ക് ഈ ഇൻപുട്ട് വഴി റീസെറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ആ താഴെ കാണുന്ന ആ റീസെറ്റിൽ താഴെ കാണുന്ന 1 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ടൈമർ മാത്രം എന്നുള്ളത്, T5 മാത്രം. 2 ആണെങ്കിൽ T5ഉം T6ഉം. 3 നമ്മൾ കൊടുക്കുന്നതെങ്കിൽ T5, T6, T7. ആ ഇൻപുട്ട് വഴി തന്നെ റീസെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ടൈമർ മാത്രമേ ഉള്ളതുകൊണ്ട് നമ്മൾ I0.2 എന്ന് പറയുന്ന അഡീഷണലായ ഇൻപുട്ട് വഴി നമ്മൾ T5 എന്ന് പറയുന്ന റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമറിനെ മാത്രം റീസെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓൺ ഡിലേ ടൈമറും റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമറിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഓൺ ഡിലേ ടൈമർ റീസെറ്റ് ചെയ്യാൻ അതിൻ്റെ എനേബിൾ ബിറ്റ്, തൊട്ട് മുന്നുള്ള എനേബിൾ ബിറ്റ്, അതായത് നമ്മൾ ഫ്ലാഗാണ് ഉപയോഗിക്കുന്നത്. M0.0 എന്ന ഫ്ലാഗാണ് നമ്മൾ ഉപയോഗിച്ചത് കണ്ടത്. അത് ഓൺ ആകുമ്പോൾ ടൈമർ റൺ ചെയ്യും. എപ്പോൾ ഓഫ് ആകുന്നോ, റണ്ണിങ് തന്നെ ഓഫ് ആയാൽ പോലും അത് അപ്പം തന്നെ റീസെറ്റ് ചെയ്യും. പക്ഷേ റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമർ അതുപോലല്ല. അത് അതിന് തൊട്ട് മുന്നുള്ള എനേബിൾ ബിറ്റ് ഓഫ് ആയാലും ടൈമർ വാല്യൂ അവിടെ തന്നെ നിൽക്കും. ടൈമർ വാല്യൂ എവിടം വരെയാണ് ഓടിയത് അവിടെ വരെ തന്നെ നിൽക്കും. അതിനുശേഷം രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഓൺ ഡിലേ ടൈമറിൽ നമ്മൾ എന്താണ് കണ്ടത്? ഓൺ ഡിലേ ടൈമറിൽ അതിൻ്റെ ഓൺ ഡിലേ ടൈമർ തൊട്ട് മുന്നുള്ള എനേബിൾ ബിറ്റ് ആയ ഫ്ലാഗ് ഓഫ് ആയാൽ അപ്പോൾ തന്നെ റീസെറ്റ് ആവും. ടൈമർ 0യിലേക്ക് പോകും. പക്ഷേ റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമറിൽ 0യിലേക്ക് പോവുകയില്ല. എവിടം വരെ ടൈമർ ഓടിയോ അവിടെ വെച്ച് ഹോൾഡ് ആകും. രണ്ടാമത് വീണ്ടും നമ്മൾ എനേബിൾ ബിറ്റ് ഓൺ ആവുകയാണെങ്കിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇത് നമ്മൾ ചില പ്രോസസ്സുകളിൽ നമുക്കത് ആവശ്യമുണ്ട്. നമുക്ക് ഓക്കെ, അതിൻ്റെ ഫങ്ഷനിങ് നമുക്ക് ചെക്ക് ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ അഡ്രസ്സിങ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഇവിടെ എങ്ങനെയാണ് സ്റ്റാർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം കണ്ടു സ്റ്റാർട്ട് ഇൻപുട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ NC വഴി നമ്മൾ നേരെ ഫ്ലാഗ് ഓൺ ആകും. ആ ഫ്ലാഗ് വഴി ഹോൾഡിങ് നടക്കും. ആ ഫ്ലാഗിൻ്റെ സെയിം അഡ്രസ്സാണ് സ്റ്റാർട്ടിന് പാരലായി കൊടുത്തത്. അതുകൊണ്ട് സ്റ്റാർട്ട് പോയാലും നമ്മൾ പിന്നീടുള്ള ലാച്ചിങ് നടക്കുന്നത് താഴത്തെ NO പോയിൻ്റ് വഴിയായിരിക്കും. M0.0 എന്ന് പറഞ്ഞാൽ സെയിം ഹോൾഡിംഗ് സർക്യൂട്ട് വഴി നമ്മൾ ലാച്ചിങ് നടക്കും. ഓക്കെ, അതേ M0.0 വഴി നമ്മൾ ടൈമറിനെ നമ്മൾ എനേബിൾ ചെയ്യുന്നു. റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമറിനെ എനേബിൾ ചെയ്യാൻ വേണ്ടി M0.0 എന്ന ഫ്ലാഗ് ഉപയോഗിക്കുന്നു, ഓൺ ഡിലേ ടൈമറിലെ പോലെ തന്നെ. ഇനി ഈ ടൈമറിനുള്ളിൽ 2 വിർച്വൽ റിലീസ് ഉണ്ട്, ഒരു NOയും ഒരു NCയും. അതിൽ NO വഴി നമ്മളൊരു ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്, Q0.2. അതേപോലെ NC വഴിയും ടൈമറിൻ്റെ NC വഴിയും T5 ആണ് ടൈമറിൻ്റെ വിർച്വൽ റിലേ ആയ NC കൊടുത്തേക്കുന്ന അഡ്രസ്സ്. NOയ്ക്കും NCക്കും കൊടുത്തേക്കുന്ന അഡ്രസ്സ് ഇതിരിക്കുക T5 തന്നെ. ഇനി ഈ റിട്ടേൺറ്റീവ് ഓൺ ഡിലേ പ്രത്യേകത, അത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് ഇൻപുട്ട് വേണം. ഓൺ ഡിലേ ടൈമറിനേക്കാളും വ്യത്യസ്തമായിട്ട് അഡീഷണൽ ആയിട്ട് ഇൻപുട്ട് വഴിയാണ് റീസെറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. റണ്ണിങ്ങിൽ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവും. ഓക്കെ, ഡൗൺലോഡ് ചെയ്തു. PLC തിരിച്ച് റൺ മോഡിലേക്ക് പോകുന്നു. ഇനി പ്രോഗ്രാം സ്റ്റാറ്റസ്, അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി നമ്മൾ പ്രോഗ്രാം സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യാം. ഇവിടെ ഓക്കെ, സ്റ്റോപ്പ് എന്ന് പറയുന്നത് അത് ഓഫിലാണ്. 2 ഇൻപുട്ട് ഓഫാണ്. M0 ഫ്ലാഗും ഓഫാണ്. ടൈമർ 0 കണ്ടീഷനിലാണ്, റൺ ചെയ്തിട്ടില്ല. M0.0 ഓഫ് ആയതുകൊണ്ട് ടൈമറും 0 കണ്ടീഷനിലാണ്, റണ്ണിങ് നടന്നിട്ടില്ല, ടൈമർ എനേബിൾ ആയിട്ടില്ല. അതുപോലെ ടൈമറിൻ്റെ 2 വിർച്വൽ റിലീസും T5ൻ്റെ NOയും ആയാലും NC ആയാലും അവിടെ ഓൺ ആയിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ഇൻപുട്ട് പ്രസ് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ഇൻപുട്ട് പ്രസ് ചെയ്യുമ്പോൾ എന്താണ്? M0.0 ഹോൾഡ് ആകും. ഒരു പൾസിൽ തന്നെ ഓൺ ആകും. ഒരു പൾസിൽ തന്നെ നമ്മൾ M0.0 ഓൺ ആയി കൊണ്ടു. ഈ M0.0 എന്ന ഫ്ലാഗ് വഴി ടൈമർ അവിടെ നോക്കി ടൈമർ കൊടുത്തിട്ടുണ്ട്. ടൈമർ റണ്ണിങ്ങിലായി.
ടൈമർ റൺ ചെയ്യുന്നു. ടൈമറിൽ നമ്മൾ 200 എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡിനാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ NC ഓണായി കിടക്കുകയാണ്. 200 ആകുമ്പോൾ കഴിയുമ്പോൾ ചേഞ്ച് ആകും NOയിലേക്ക്. അത് ചേഞ്ച് ആയി. ഓക്കെ, അതായത് 20 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും എന്താണ് സംഭവിച്ചത്? NC കട്ടായിട്ട് NO ഓണായി. ഓൺ ആകാൻ ഡിലേ. അപ്പോൾ NO പോയിൻ്റ് വെച്ചിട്ടാണ് ടൈമറിൻ്റെ വാല്യൂ, ടൈമറിൻ്റെ നെയിം കൊടുത്തിരിക്കുന്നത് NO വെച്ചിട്ടാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ 20 സെക്കൻഡ് ഡിലേ കഴിഞ്ഞ് ഓൺ ആകാൻ ഡിലേ, NO പോയിൻ്റ് ഓൺ ആകാൻ വേണ്ടി 20 സെക്കൻഡ് ഒരു ഡിലേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓൺ ഡിലേ ടൈമർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് വർക്ക് ചെയ്യുക. ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ റീസെറ്റിങ്ങിലാണ്. അത് നമുക്ക് നോക്കാം. ഓക്കെ, അവിടെ നോക്ക്, ടൈമർ റീസെറ്റ് ആയിട്ടില്ല. ഏത് എനേബിൾ ബിറ്റ് പോയാലും ടൈമർ റീസെറ്റ് ആവുന്നില്ല. അപ്പോൾ എനേബിൾ ബിറ്റ് ഓഫായി, പക്ഷേ എനേബിൾ ബിറ്റ് ഓഫായിട്ടും ടൈമർ റീസെറ്റ് ആയിട്ടില്ല. ടൈമർ റീസെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അഡീഷണലായ ഇൻപുട്ട് I0.2 എന്ന് പറയുന്നതിനെ പ്രസ് ചെയ്യുമ്പോൾ റീസെറ്റ് നടക്കും. നമുക്ക് നോക്കാം. I0.2 ഇപ്പോൾ ഓഫിലാണ്. അത് ഓക്കെ, അത് ഓൺ ആക്കുമ്പോൾ I0.2 ഓൺ ആവുമ്പോൾ ഓണായി. ഇപ്പോൾ നോക്കാം, ടൈമർ റീസെറ്റ് ആയിട്ടുണ്ടാവും. നോക്കാം, ടൈമർ റീസെറ്റായി. ടൈമർ 0, ടൈമർ റീസെറ്റായി. ഇനി നമുക്ക് വീണ്ടും ആദ്യം മുതൽ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. I0.2 എന്ന് പറയുന്ന അഡീഷണൽ ഇൻപുട്ട് ടൈമർ റീസെറ്റ് ചെയ്യാനുള്ളതാണ്. ഓൺ ഡിലേ ടൈമറിൽ നിന്ന് വ്യത്യസ്തമായി റിട്ടേൺറ്റീവ് ഓൺ ഡിലേൻ്റെ പ്രത്യേകത ഇതാണ്. ഇനി നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് അടിക്കുന്നു. സ്റ്റാർട്ട് പ്രസ് ചെയ്യുമ്പോൾ M0.0 ഫ്ലാഗ് ഓണായി. കൺട്രോൾ ബിറ്റാണ്. ആ കൺട്രോൾ ബിറ്റ് വഴി ടൈമർ ഓടുന്നു. ഇനി നോക്കുക, ടൈമറിൻ്റെ NC ആദ്യമേ ഓണാണ്. NC ആദ്യമേ ഓണാണ്. NO ടൈം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് 20 സെക്കൻഡ് കഴിയുമ്പോൾ, 20 സെക്കൻഡ് 200 മില്ലി സെക്കൻഡ് റെസൊല്യൂഷൻ, 20 സെക്കൻഡ് കഴിയുമ്പോൾ NO ബിറ്റ് ഓണായി. ഓക്കെ, അപ്പോൾ ഓൺ ഡിലേ ടൈമർ പോലെ തന്നെ വർക്ക് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എനേബിൾ ബിറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എനേബിൾ ബിറ്റ് ഓഫ് ആവുന്നു. ടൈമർ റീസെറ്റ് ആയിട്ടില്ല. ടൈമർ റീസെറ്റ് ആകണമെങ്കിൽ അഡീഷണലായ ഇൻപുട്ടിനെ പ്രസ് ചെയ്താൽ മാത്രമേ റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമർ റീസെറ്റ് ആവുകയുള്ളൂ. ഇതാണ് ഓൺ ഡിലേ ടൈമറും റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമറും തമ്മിലുള്ള വ്യത്യാസം. ഇത് എല്ലാ PLCയിലും ഇതുപോലെ തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വേറെ ഒരു ഇതും കൂടെ ചെക്ക് ചെയ്യാം. അത് നോക്കൂ. ഇപ്പോൾ എനേബിൾ ബിറ്റ് ഓണാണ്. ടൈമർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ടൈമർ നമുക്ക് എനേബിൾ ബിറ്റ് പോയാൽ അവിടെ ടൈം വാല്യൂ അവിടെ തന്നെ നിൽക്കും. കണ്ടില്ലേ? ടൈമർ വാല്യൂ റീസെറ്റ് ആയിട്ടില്ല. ഇനി വീണ്ടും അവിടെ വെച്ച് ഇപ്പോൾ 32 നിൽക്കുകയാണ്. ഒന്നും കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും സ്റ്റാർട്ടായി. എനേബിൾ ബിറ്റ് ഓഫ് ആവുമ്പോൾ അവിടെ തന്നെ വീണ്ടും ആ വാല്യൂ ഹോൾഡ് ആവുന്നു. അതായത് ടൈം വാല്യൂ റീസെറ്റ് ആവുന്നില്ല. ഇതാണ് റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമർ വ്യത്യാസം. എനേബിൾ ബിറ്റ് എപ്പോൾ ഓഫ് ആവുന്നോ ടൈം വാല്യൂ അവിടെ തന്നെ ഹോൾഡ് ആകും. അതിനുശേഷം വീണ്ടും എനേബിൾ ബിറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ അവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമറിൻ്റെ പ്രത്യേകത. ഓൺ ഡിലേ ടൈമറും റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമറും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ബാക്കി സെയിം ഫംഗ്ഷനാണ്. നമ്മൾ എത്രയാണോ വാല്യൂ സെറ്റ് ചെയ്തത് ആ വാല്യൂ കഴിയുമ്പോൾ അതിൻ്റെ NO ബിറ്റ് ഓൺ ആകും. ഓൺ ഡിലേ ടൈമറിലായാലും റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമറിലായാലും ടൈമറിൻ്റെ വിർച്വൽ റിലേ NO ഓൺ ആകാൻ വേണ്ടിയാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൺ ഡിലേ ടൈമറിൻ്റെ പ്രത്യേകത അതാണ്. ഇനി നമുക്കത് പുഷ് ബട്ടൺ വഴി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അത് സ്റ്റോപ്പ് പുഷ് ബട്ടനാണ്. ഓക്കെ, സ്റ്റാർട്ട് അടിക്കുമ്പോൾ ആദ്യത്തെ, അതായത് NC വഴിയുള്ള ടൈമറിൻ്റെ വിർച്വൽ റിലേ NC വഴിയുള്ളത് ഓണാണ്. ഇനി 20 സെക്കൻഡ് കഴിയുമ്പോൾ എന്താവും? അടുത്ത ഇതിലേക്ക് 20 സെക്കൻഡ് കഴിയുമ്പോൾ ചേഞ്ച് ഓവർ ആകും. 20 സെക്കൻഡ് കഴിയുമ്പോൾ ഓൺ ഡിലേ ടൈമർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷേ റീസെറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പിൽ റീസെറ്റ് ആവും. നമ്മൾ സ്റ്റോപ്പിൽ ഇത് ഓഫ് ആകും. പക്ഷേ റീസെറ്റ് ആവണമെങ്കിൽ നമ്മൾ ടൈം റീസെറ്റ് ആയിട്ടില്ല. ടൈം റീസെറ്റ് ആവണമെങ്കിൽ മൂന്നാമത്തെ ഇൻപുട്ട് അഡീഷണലായ ഇൻപുട്ട് പ്രസ് ചെയ്യുമ്പോഴായിരിക്കും ടൈം വാല്യൂ റീസെറ്റ് ആവുക. ഇപ്പോൾ ടൈം വാല്യൂ റീസെറ്റ് ആയിട്ടുണ്ട്. ടൈം വാല്യൂ റീസെറ്റായി. അപ്പോൾ ടൈമർ റീസെറ്റ് ചെയ്യണമെങ്കിൽ അഡീഷണലായി ഇൻപുട്ട് വേണം റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമറിൽ. ഇതാണ് നമ്മുടെ ഓൺ ഡിലേ ടൈമറും റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമറും വ്യത്യാസം. അപ്പോൾ രണ്ട് ടൈമറിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്, അതിലെ ഓൺ ഡിലേ ടൈമറിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അതിലെ ടൈമറിൻ്റെ വിർച്വൽ റിലേയായ വിർച്വൽ റിലേ ഓൺ ആകുവാനുള്ള ഒരു ഡിലേ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഓൺ ഡിലേ. അപ്പോൾ ടൈമറിൻ്റെ NOയെ വെച്ചിട്ടാണ് നമ്മളതിൻ്റെ നെയിമിനെ മെൻഷൻ ചെയ്യുന്നത്. ആ NO ബിറ്റ് ഓൺ ആകുക, വിർച്വൽ റിലേ ഓൺ ആകുവാനുള്ള ഡിലേ. അതുകൊണ്ടാണ് ഓൺ ഡിലേ ടൈമർ എന്ന് പേര് വന്നത്. അപ്പോൾ ഓൺ ഡിലേ ടൈമറിൽ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ
ഓൺ ഡിലേ ടൈമറിന് തൊട്ട് മുന്നുള്ള എനേബിൾ ബിറ്റ് ഓൺ ആകുമ്പോൾ ടൈമർ റണ്ണ് ചെയ്യും. നമ്മൾ എത്രയാണോ പ്രീസെറ്റ് വാല്യൂ ടൈമറിൻ്റെ സെറ്റ് ചെയ്തേക്കുന്നത് ആ വാല്യൂവും നമ്മൾ ടൈമറിൽ അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന വാല്യൂ ഈക്വൽ ആകുമ്പോൾ അതിൻ്റെ എന്നോ ബിറ്റ് ആ ടൈം വാല്യൂ കഴിയുമ്പോൾ ഓൺ ആകും. നമുക്ക് ഈ ടൈമറിനെ റീസെറ്റ് ആവുന്നത് അതിൻ്റെ എനേബിൾ ബിറ്റ് ഓഫ് ആകുമ്പോൾ തന്നെ റീസെറ്റ് ആകും. പക്ഷേ റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമറിൽ ഈ എനേബിൾ ബിറ്റ് ഓൺ ആകുമ്പോൾ ടൈമർ റൺ ചെയ്യും. പക്ഷേ എനേബിൾ ബിറ്റ് ഓഫ് ആയാൽ ടൈം വാല്യൂ റീസെറ്റ് ആവുകയില്ല, അത് അവിടെ തന്നെ നിൽക്കും. വീണ്ടും എനേബിൾ ബിറ്റ് ഓൺ ആവുകയാണെങ്കിൽ ടൈം വാല്യൂ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇത് നമുക്ക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമറുകളായിരിക്കും ഉപയോഗിക്കുക. കാരണം ഈ പറയുന്ന എനേബിൾ ബിറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഫ്ലക്ച്വേഷനിൽ ഓൺ ഓഫ് ആയി കഴിഞ്ഞാൽ ടൈം വാല്യൂ ഇപ്പോൾ നമ്മളൊരു 1 മണിക്കൂറിൻ്റെ എന്തെങ്കിലും ഒരു ടൈം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ സെറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഓൺ ഡിലേ ടൈമറാണ് ഉപയോഗിക്കുന്നത്, എന്ത് സംഭവിക്കും? ഈ പറയുന്ന ടൈമറിന് മുന്നിലുള്ള എനേബിൾ ബിറ്റ് ഏതെങ്കിലും രീതിയിൽ ജസ്റ്റ് ഒരു ഓഫായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ടൈം വാല്യൂ ആദ്യത്തേക്ക് വീണ്ടും തിരിച്ചു വരും. അതായത് ആ പ്രോസസ്സ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതായത് 1 മണിക്കൂറിലുള്ളത് ഒരു 40 മിനിറ്റ് വരെ ആ പ്രോസസ്സ് കഴിഞ്ഞ ശേഷം ഇതേപോലെയുള്ള ഈ പറയുന്ന ടൈമറിൻ്റെ എനേബിൾ ബിറ്റ് ഓഫായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ടൈം വീണ്ടും 0 ആയി, വീണ്ടും നമുക്ക് ആ പ്രോസസ്സ് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഓൺ ഡിലേ ടൈമറുകൾ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക ആപ്ലിക്കേഷന് വേണ്ടി മാത്രമായിരിക്കും. പക്ഷേ റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമറുകളായിരിക്കും ടൈം ബേസ്ഡ് പ്രോസസ്സുകളെല്ലാം ഉപയോഗിക്കുക. കാരണം എവിടെ വെച്ചിട്ടാണോ ആ നിൽക്കുന്നത്, ഏതെങ്കിലും ഈ പറയുന്ന ഇൻപുട്ടുകളുടെ എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ, ഇൻപുട്ടുകളുടെ എറർ മൂലം, ഇപ്പോൾ ഒരു ഇൻപുട്ട് വേണം ഓൺ ഓഫ് ആകുന്നത് അതിൻ്റെ എന്തെങ്കിലും എറർ മൂലം സംഭവിച്ചു കഴിഞ്ഞാലും ടൈമർ റീസെറ്റ് ആവുകയില്ല, ടൈമർ അതേപോലെ ഹോൾഡ് ആകും. വീണ്ടും ആ ഇൻപുട്ട് എനേബിൾ ആകുമ്പോൾ ടൈമർ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ടാകും. അപ്പോൾ ഒരു പവർ ഓൺ ഓഫ് സമയത്തൊക്കെ കറണ്ട് പോയി മെയിൻ സപ്ലൈ പോയി തിരിച്ചു വരുമ്പോഴൊക്കെ ഈ പറയുന്നത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ടൈമർ റീസെറ്റ് ആവുകയില്ല, ടൈം വാല്യൂ എവിടെയാണോ നിൽക്കുക അവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമർ ആയിരിക്കും. അപ്പോൾ ഓൺ ഡിലേ ടൈമർ എന്താണ്, റിട്ടേൺറ്റീവ് ഓൺ ഡിലേ ടൈമർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൗണ്ടർ, അപ്പ് കൗണ്ടർ, ഡൗൺ കൗണ്ടറിനെ ആണ് നമുക്ക് പഠിക്കുവാനുള്ളത്. താങ്ക് യു.